കുറച്ച് ദിവസമായിട്ട് ചെൽസി ബൂട്ട്സ് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ആ മേടിക്കുന്ന എൻറ്റയർ പ്രോസസ്സും കൂടെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഒറ്റ ചെൽസി ബൂട്ട്സ് മാത്രം നോക്കുന്നതിന് പകരം ഒരു 5 ഓപ്ഷൻസ് എടുത്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഞാൻ മേടിക്കുന്നതിന് നിങ്ങൾ മേടിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് മേടിക്കാം. ചെൽസി ബൂട്ട് മേടിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുള്ള് കണ്ടിരിക്കണം. സോ ദി എൻറ്റയർ പ്രോസസ്സ് ഡോക്യുമെൻ്റ് ചെയ്യാണ്. സോ നിങ്ങൾക്കും ചെൽസി ബൂട്ട്സ് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ടൈമാണ്. ആൻഡ് എല്ലാത്തിനെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സാധനം എല്ലാം കിട്ടി. ഇനി 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കാർട്ടൽ ലണ്ടൻ്റെ ഒരു ചെൽസി ബൂട്ടാണ് വരുന്നത്. ഇതിന് അത്യാവശ്യം നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂട്ടത്തിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഇത് തന്നെയായിരിക്കും ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി പോളിഷ് ലുക്ക്, ഒരു ഗ്ലോസി ലുക്കാണ് ഈ എൻ്റെ ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. ആൻഡ് നല്ല രീതിയിൽ പോളിഷ് ഒക്കെ ചെയ്ത് വെൽ കെപ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് നൈസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനം തന്നെയാണിത്. നിങ്ങൾക്ക് ഒരു സ്ട്രൈറ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിലാക്സ് ഫിറ്റ്, കുറച്ചുകൂടി ഒരു ഗൂർക്ക പാൻസ് ഒക്കെ ടൈപ്പായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. ആൻഡ് ഇതിനകത്ത് എക്സ്ട്രാ ഡീറ്റെയിലിംഗ് ഉണ്ട്, എക്സ്ട്രാ വർക്ക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. മിക്കവാറും ഇത് തന്നെയായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുണ്ട് ഇതിൽ. രണ്ടാമത് തോമസ് ക്രിക്കിൻ്റെ ഒരു പ്ലെയിൻ ചെൽസി ബൂട്ട്. ഇത് കുറച്ച് അത്യാവശ്യം ബൾക്ക് ചെയ്തിട്ട് ഹീൽസ് ഉള്ള ടൈപ്പാണ് വരുന്നത്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും ചൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു റിലാക്സ് ഫിറ്റ്, ഒരു ബാഗി ഫിറ്റ് അല്ലെങ്കിൽ കൊറിയൻ ടൈപ്പ് ഓഫ് ഫിറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ചെൽസി ബൂട്ടാണിത്. ഈവൻ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള പ്ലീറ്റ് ട്രൗസേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ്. മറ്റ് വർക്ക്സോ ഡീറ്റെയിൽസോ ഒന്നുമില്ല. ഒരു തിക്കായിട്ടുള്ള, അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ബൾക്കിയർ ആയിട്ടുള്ള സോളാണ് വരുന്നത്. ക്വാളിറ്റി വൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് ഫസ്റ്റ് വണ്ണും നല്ല പക്ക ഫിനിഷിംഗ് ഉള്ള നൈസ് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പറഞ്ഞ പോലെ അത്യാവശ്യം ഹീൽസ് ഒക്കെ ഇട്ട് ഹൈറ്റ് കുറഞ്ഞവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ്. മൂന്നാമത്തേത് ഒരു ബ്രൗൺ ചെൽസി ബൂട്ടാണ്. കൂട്ടത്തിൽ ഒരേ ഒരു ബ്രൗൺ ഇത് മാത്രമാണ്, ബാക്കി എല്ലാം ബ്ലാക്ക് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ബ്ലാക്ക് ചെൽസി ബൂട്ടാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തത്. ആൻഡ് HX ലെൻഡറിൽ ഈ ഒരു ബ്രൗൺ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് വന്നപ്പോൾ നൈസ് സാധനം തന്നെയാണ്. ആ കളേഴ്സും ആ ഫിനിഷിങ്ങും എല്ലാം നൈസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരു ക്യാഷ്വലോ സെമി ഫോമൽ ലുക്കൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ്. ഡെയിലി യൂസിനും പറ്റിയൊരു ഓപ്ഷനാണ് ഈ ബൂട്ട്. ഇതിൻ്റെ കോർണേഴ്സ് ചുറ്റുമായിട്ട് സ്റ്റിച്ചിങ്ങും വരുന്നുണ്ട്. ആൻഡ് ബാക്കിൽ പിടിച്ചിടാനുള്ള ആ ഗ്രിപ്പും വരുന്നുണ്ട്. ആൻഡ് ആ എലാസ്റ്റിക് എല്ലാം പക്ക നൈസായിട്ട് ക്വാളിറ്റി ഉള്ള ഒരു സാധനത്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഹീൽസ് സ്ട്രക്ചർ ഉണ്ട്. ചിലരുടെ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ നടക്കുന്ന ടൈമിൽ കാൽപാദം എക്സ്പാൻഡ് ആവും. അത് മീൻസ് വണ്ണമുള്ളവർക്കാണ് കൂടുതൽ അത് വരുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ചെൽസി ബൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നടക്കുമ്പോൾ അത് എടുത്തറിയാൻ പറ്റും ഇങ്ങനെ ചാടും. പക്ഷേ ഈ അത്യാവശ്യം സ്ട്രക്ചറുള്ള ചെൽസി ബൂട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. ആൻഡ് നെക്സ്റ്റ് വണ്ണും HX ലെൻഡൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ചെൽസി ബൂട്ട്സ് ആണ്. ഞാൻ ഫസ്റ്റ് കാണിച്ച അതേ സെയിം റിസംബ്ലൻസ് ആണ് ഇതിന് വരുന്നത്. പക്ഷേ ഫുൾ ബ്ലാക്ക് അല്ല. നമുക്ക് സോൾസ് നോക്കുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ കാണാൻ പറ്റും, സ്റ്റിച്ചിങ്ങും കാണാൻ പറ്റും. ആൻഡ് ഫസ്റ്റ് കാണിച്ച അതേ സെയിം ബൂട്ട് കണക്ക് ഇതിലും ഡീറ്റെയിലിംഗ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് വൺ തന്നെയാണ് ഫാർ ബെറ്റർ ദാൻ ദിസ്. ബിക്കോസ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഇതിൻ്റെ എക്സാക്ട് ഡീറ്റെയിലിംഗ് ഒട്ടിച്ചിരിക്കുമ്പോൾ ചെറുതായിട്ട് അളവ് വരുന്നതാണ് കാണാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് വൺ കാണിച്ചതിൽ ഒക്കെ നൈസായിട്ട് സ്ലീക്കായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമേ എനിക്ക് തോന്നുന്നത്. ബട്ട് ഓവറോൾ ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ നൈസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ സ്ട്രക്ചറുണ്ട്, ചുറ്റിനും സ്റ്റിച്ചിങ്ങും വരുന്നുണ്ട്, ബാക്കിൽ പിടിച്ചിടാനുള്ള ഗ്രിപ്പുണ്ട്. ആൻഡ് എലാസ്റ്റിക് എല്ലാം പക്ക നൈസായിട്ട് കീപ്പ് ചെയ്ത സാധനമാണ്. HX ലെൻഡറിനെ തൊട്ട് മുമ്പ് കാണിച്ച ബ്രൗണും ഇതും ഒരേ കണക്കാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഡീറ്റെയിലിംഗിൽ ഡിഫറൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. ആൻഡ് ഫൈനലി കൂട്ടത്തിലെ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇതിൽ സൈഡിൽ ബക്കിൾ ടൈപ്പും സ്റ്റെയിൻലെസ് സ്റ്റീലും ഫ്രണ്ടിൽ ചെറിയ രീതിയിലുള്ള ഈ കട്ട് കണക്കുന്ന ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ വിചാരിച്ച എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷേ 2 ഷൂവിലും അതുകൊണ്ട് ഞാൻ മേടിച്ച ടൈമിൽ അത് ശ്രദ്ധിച്ചില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റി വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. കൈ കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. സൈഡിൽ ആ ബക്കിൾ മാത്രം കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്യാവശ്യം നൈസായിട്ട് തോന്നി, പക്ഷേ വന്നപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ക്വാളിറ്റി വൈസും ഒരു ആവറേജ് ആണ്, ഭയങ്കരമാണെന്ന് ഞാൻ പറയത്തില്ല. ഒരു ആവറേജ് ക്വാളിറ്റിയേ ഉള്ളൂ. ആൻഡ് ഒരു ഡെയിലി യൂസിനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് പറഞ്ഞ 4 ഉണ്ടാവും. ഡെയിലി യൂസിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ, കാരണം അത്യാവശ്യം നല്ലതാണ്. പിന്നെ ബൂട്ട്സ് ഒക്കെ ഡെയിലി യൂസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കാലിന് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. സോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എല്ലാത്തിനും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഒക്കെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ലൈക്ക്, സബ്സ്ക്രൈബ്. നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെ കാണാം.